കടുവ സെൻസസിന്റെ വിവരശേഖരണത്തിനായി പോയ ഉദ്യോഗസ്ഥരെ കാണാനില്ല. പാലോട് റേഞ്ച് ഓഫീസിലെ വനിതാ ഫോറസ്റ്റർ വിനീത, BFO രാജേഷ്, വാച്ചൂർ രാജേഷ് എന്നിവരെയാണ് കാണാതായത്. ഇന്നലെ രാവിലെയാണ് ബോണക്കാട് ഉൾവനത്തിലേക്ക് പോയത്. DFOയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഹാൻസാണ് വിവരങ്ങളുമായിട്ടുള്ളത്. ഹാൻസ്, വിവരങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും ഗുരുതരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ദേശീയ കടുവ സെൻസസിന്റെ ഭാഗമായി ബോണക്കാട് ഉൾവനത്തിലേക്ക് പോയ 3 ഉദ്യോഗസ്ഥരെ കാണാനില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പാലോട് റേഞ്ച് ഓഫീസിലെ വനിതാ ഫോറസ്റ്റർ വിനീത, BFO ആയിട്ടുള്ള രാജേഷ്, വാച്ചർ രാജേഷ് എന്നിവരെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായത്. ഈ ദേശീയ കടുവ സെൻസസിന്റെ ഭാഗമായി ഇന്നലെ മുതലാണ് സംസ്ഥാനത്ത് ഈ വിവരശേഖരണം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് ബോണക്കാട് ഉൾവനത്തിലേക്ക് ഇവർ 3 പേരും പോകുകയും പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് മുതൽ ഇവർ 3 പേരെയും പോലീസിന്റെയും അതിനോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർ എങ്ങോട്ട് പോയെന്നോ എവിടെ എത്തിയെന്നോ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ രാത്രി മുതൽ ഇവർക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. DFO അടക്കമുള്ള സംഘം ഇപ്പോൾ ബോണക്കാട് ഉൾവനത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. വലിയ ഗുരുതരമായിട്ടുള്ളൊരു സംഭവം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെങ്ങോട്ട് പോയി എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ അഗസ്ത്യർ മലയുടെ ഭാഗമായിട്ടാണ് ഈ ബോണക്കാട് വരുന്നത്. തിരച്ചിൽ എങ്ങനെയാണ് ഹാൻസ് പുരോഗമിക്കുന്നത്? ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ്? സേതു, ഇപ്പോൾ ബോണക്കാട് ഉൾവനത്തിലേക്ക് ഇവർ പോയിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ബോണക്കാട് നിന്ന് ഏത് ദിശയിലേക്കാണ് ഇവർ സഞ്ചരിച്ചത് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ കടുവ സെൻസസിൻ്റെ ഭാഗമായിട്ട് 37 സ്ഥലങ്ങളിലാണ് ആകെപ്പാടെ സംസ്ഥാനത്തുടനീളം ഈ സെൻസസ് നടക്കുന്നത്. പെരിയാർ, പറമ്പിക്കുളം കടുവ സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ഏത് മേഖലയിലേക്കാണ് സഞ്ചരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ഈ വിവരം വിട്ടിട്ടുമില്ല. പോലീസിലും ഔദ്യോഗികമായ ഒരു പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഉദ്യോഗസ്ഥരെ കാണാനില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം എന്തായാലും പുരോഗമിക്കുകയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 3 ഉദ്യോഗസ്ഥരെ കാണാനില്ല. ഇവർ എങ്ങോട്ടാണ് പോയതെന്ന് വ്യക്തതയില്ല. എന്തായാലും തിരച്ചിൽ നിലവിൽ പുരോഗമിക്കുകയാണ്. അടുത്ത നിമിഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു. ഓക്കെ ഹാൻസേ, ശരി. ഈ ഗുരുതരമായൊരു വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെക്കുറിച്ചുള്ള ഒരു ശുഭസൂചന ലഭിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെ നമുക്കും കാത്തിരിക്കാം.